മതേതരമായ കേരളത്തിന്റെ രാഷ്ട്രീയ മുഖത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജമാഅത്തെ ഇസ്ലാമി ഒരു വാളുപോലെ തൂങ്ങി നിൽക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയും അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ മറച്ചുപിടിച്ച് ജനാധിപത്യത്തിന്റെ പൗഡർ മുഖത്തണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് ഏത് ധാർമ്മികതയും ചുരുട്ടിവെച്ച് ഏത് മത തീവ്രാശയങ്ങളുടെ കൂടെയും ചേരാമെന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും തീരുമാനിച്ചതോടെയാണ് നാളിതുവരെ ജമാഅത്തുകൾക്ക് കേരള രാഷ്ട്രീയത്തിൽ ലഭിക്കാത്ത ലൈംലൈറ്റ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവിശുദ്ധ സഖ്യം കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സമവാക്യങ്ങളെ ആകെ തകർക്കാൻ ഉതകുന്നതാണ്. കേവലമായ രാഷ്ട്രീയ ലക്ഷ്യത്തിനപ്പുറം ഇത് സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രത്യാഘാതം വിശേഷിച്ചും കേരളത്തിന്റെ മതനിരപേക്ഷ പരിസരത്തിന് വലിയ അപകടം ചെയ്യും. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ രൂപപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി ആശയങ്ങളുടെ ഉള്ളടക്കം കൊണ്ട് RSSനോടും മതരാഷ്ട്ര സ്ഥാപനത്തിന് കൂട്ടുനിന്ന മറ്റ് സംഘടനകളോടുമാണ് കൂടുതൽ ചേർന്ന് നിൽക്കുക. ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമാകുമോ ഇല്ലയോ എന്ന സമസ്യയൊന്നും ഇതിന്റെ സ്ഥാപകനായ അല്ലാമ മൗദൂദിയെ ഒരു ഘട്ടത്തിൽ പോലും അലട്ടിയിട്ടില്ല. പകരം എങ്ങനെ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കണമെന്ന ആശയം മാത്രമായിരുന്നു അയാൾക്ക്. ഇതിന്റെ തീവ്രത തിരിച്ചറിയുന്നത് മറ്റൊരു ഉദാഹരണത്തിലാണ്. പാകിസ്ഥാന്റെ രൂപീകരണം ജിന്ന ഉയർത്തിക്കൊണ്ടുവന്ന ദ്വിരാഷ്ട്ര സിദ്ധാന്തം പോലും മതിയായ പരിഹാരമായി മൗദൂദി കണ്ടിരുന്നില്ല. മറിച്ച് രൂപപ്പെട്ടത് മുസ്ലിം പാകിസ്ഥാനാണെന്നും പൂർണ്ണ അർത്ഥത്തിൽ ഇസ്ലാമിക് പാകിസ്ഥാൻ രൂപപ്പെടണമെന്നുമുള്ള തീവ്ര നിലപാടാണ് മൗദൂദി അന്ന് കൈക്കൊണ്ടത്. ഈ തീവ്ര ആശയങ്ങളുടെ വ്യാപനത്തിലാണ് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി മിഖായത്ത് അലി ഖാന്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടത്. ഇന്ത്യൻ സാഹചര്യവും ജമാഅത്തുകൾക്ക് അത്ര പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നില്ല. തുടക്കകാലം തൊട്ടേ അവർ അവരുടെ ആത്യന്തിക ആശയമായ മതരാഷ്ട്രവാദം തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. 1992 ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമാസികയായ പ്രബോധനത്തിന്റെ 50ാം വാർഷിക പതിപ്പിൽ ജമാഅത്തുകൾ നിലകൊള്ളുന്നത് ആഗോള ഇസ്ലാമിക വ്യാപനത്തിന് വേണ്ടിയാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. 92 മൗലിക സാഹചര്യത്തിൽ നിന്നും കുറേയേറെ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രഖ്യാപിത ലക്ഷ്യത്തിലെത്താൻ മറ്റു വഴികൾ അന്വേഷിക്കേണ്ടി വരുമെന്ന ബോധോദയം ജമാഅത്തുകൾക്കുണ്ടാകുന്നത്. അതിന് കാരണം മാറുന്ന രാഷ്ട്രീയ സാഹചര്യവും വ്യാപിക്കുന്ന ജനാധിപത്യ ബോധവുമായിരുന്നു. അതിനാൽ തന്നെ പുറമോടി തിരുത്താൻ അവർ നിർബന്ധിതരായി. മതനിരപേക്ഷമായ കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിനെ കൗശലപൂർവ്വം ഉപയോഗിക്കുന്ന തന്ത്രമാണ് ജമാഅത്തുകൾ പിന്നീട് പയറ്റിയത്. കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന പരിസ്ഥിതി വിഷയങ്ങൾ, സ്വത്വവാദ രാഷ്ട്രീയങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഏറ്റെടുത്ത് തങ്ങൾ ജനാധിപത്യത്തിന്റെ വഴിയിലാണെന്ന് ബോധിപ്പിക്കാൻ നിരന്തര ശ്രമം നടന്നു. അതിനവർ ആദ്യം ചെയ്തത് മൗദൂദിയെ തള്ളിപ്പറഞ്ഞു എന്ന് വരുത്തി തീർക്കലായിരുന്നു. മതരാഷ്ട്രവാദം തങ്ങൾ ഉപേക്ഷിച്ചെന്ന പ്രതിച്ഛായ നിർമ്മിക്കാൻ പാടുപെട്ടു. ഇതിനാധാരമായ സംഭവം 2019 അന്നത്തെ അമീറായിരുന്ന ആരിഫ് അലിയുടെ എഴുത്താണ്. മൗദൂദിയല്ല, ഖുറാനും സുന്നത്തുമാണ് തങ്ങളുടെ പ്രമാണമെന്ന് മറ്റ് മുസ്ലിം സമൂഹങ്ങളെ ബോധിപ്പിക്കാൻ ഒരു വാദം അഴിച്ചുവിട്ടു. ഇതിൽ 2 പ്രശ്നങ്ങളുണ്ട്. മതഗ്രന്ഥമായ ഖുറാനും സുന്നത്തും തന്നെയാണ് തങ്ങളുടെ അടിസ്ഥാന പ്രമാണമെന്ന് ആദ്യമേ മൗദൂദി ഭരണഘടനയിൽ പറഞ്ഞതാണ്. ഇത് ആവർത്തിക്കുക മാത്രമാണ് ആമിർ ചെയ്തത്. 2, ഈ സംഭവത്തിന് ശേഷവും 2021 ജമാഅത്തുകൾ അവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം വഴി മൗദൂദിയൻ ആശയ സംഹിത ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്തു. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി ദേശീയ ജനാധിപത്യത്തെ നിർവചിച്ചിരിക്കുന്നു. ആധുനിക മതേതര ദേശീയ ജനാധിപത്യം ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണെന്ന് മൗദൂദി ഈ പുസ്തകത്തിൽ തുറന്നടിക്കുന്നു. ഈ പുസ്തകം അവർ പിൻവലിച്ചിട്ടുമില്ല. മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യം തന്നെ ദൈവിക ഭരണം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് അതിന്റെ അടിസ്ഥാന ആശയങ്ങൾ ഒരു ഘട്ടത്തിലും ഉപേക്ഷിക്കാനാവില്ല. മതത്തെ രാഷ്ട്രീയമായി അപനിർമ്മിക്കുന്നതിൽ കൃത്യമായ അജണ്ടയുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് നിർത്തുന്ന കോൺഗ്രസ് അവരുടെ ഭൂതകാലം കൂടി കുറഞ്ഞപക്ഷം ആലോചിക്കേണ്ടതുണ്ട്. ജമാഅത്തിന്റെ ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാപനം ഹുക്കുമത്തെ ഇലാഹിയെ ആദ്യം എതിർക്കുന്ന ഇന്ത്യൻ നേതാവ് ജവഹർലാൽ നെഹ്റുവാണ്. പത്രാധിപത്യം മുതൽ പത്രപ്പണി വരെ പ്രച്ഛന്ന വേഷമായി കൊണ്ടു നടന്ന് മുഖ്യധാര പിടിക്കാനുള്ള ജമാഅത്തിന്റെ പരിപാടികൾക്ക് കൈ കൊടുക്കുന്നത് VD സതീശനാണ്. പുകൾപെറ്റ ദേശീയ പ്രസ്ഥാനത്തിന്റെ അട്ടിപ്പേർ അവകാശം പേർന്ന കോൺഗ്രസിന്റെ പുതുനിര അധികാരത്തിനായി എന്ത് ആദർശ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമെന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ജമാഅത്തെ ബാന്ധവം. ഇത് കേരളം ഇതുവരെ നേടിയ മതനിരപേക്ഷ രാഷ്ട്രീയങ്ങളെ അപ്പാടെ റദ്ദു ചെയ്യാൻ പോകുന്ന അസുരവിത്താണ്. എതിർക്കണം, എതിർത്ത് തോൽപ്പിക്കുക തന്നെ വേണം.